ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ കുത്തനെ ഉയരുകയാണെന്ന് ഞെട്ടിക്കുന്ന കണക്കുമായി കേസരി വാരികയിലെ മുഖപ്രസംഗം. ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് 45% ഉയർന്നതായി ലേഖനത്തിൽ പറയുന്നു. തീർച്ചയായും രോഹിണി, ഇതിൽ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഒരു വിഭാഗം ഇതുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതും കൃത്യമായി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഹിന്ദു ജനസംഖ്യ ഏത് രീതിയിലാണ് കുറഞ്ഞ് താഴോട്ട് പോകുന്നത്, എന്നാൽ മുസ്ലിം ജനസംഖ്യ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്നതാണ് വസ്തുത. ഈ അമ്പലത്തിൽ തൂക്കിയിട്ട മണി അടിക്കും, അത് അമ്പലത്തിൽ മാത്രം അടിച്ചുകൊണ്ട് കാര്യമില്ല, പുരയിലും കൊണ്ട് അടിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ മക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതല്ലാണ്ട് ഇങ്ങനെ ചാനലിൽ വന്ന് വാർത്ത വായിച്ചു കഴിഞ്ഞാലേ മക്കളുണ്ടായിക്കൊള്ളുന്നില്ല. അതിപ്പോൾ ആര് ചാനലിൽ വാർത്ത വായിച്ചിട്ടും കാര്യമില്ല. അതിപ്പോൾ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആ പറഞ്ഞ സാധനം അത് ചെയ്തെങ്കിൽ മാത്രമേ മക്കളുണ്ടാവുകയുള്ളൂ. അതിന് കഴിവില്ലാത്ത ആണുങ്ങൾ ആണ് മറ്റ് എന്താ പറയുക, നിങ്ങളീ പറഞ്ഞ നിങ്ങളെ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നില്ല പറയാം, ഹിന്ദുക്കളുടെ കൂട്ടത്തിലെങ്കിൽ അതിന് വല്ല ചികിത്സയും ചെയ്യാന്നല്ലാണ്ട് മുസ്ലിങ്ങളെ മെക്കിട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? അവർ നല്ല ബീഫും പൊറാട്ടയും മട്ടനും ചിക്കനും ഒക്കെ അടിച്ചിങ്ങനെ കൊഴുത്ത് എന്ത് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പവറുണ്ട്. നിങ്ങളുടെ ആൾക്കാർക്ക് പവർ ഇല്ലെങ്കിൽ അതിന് വല്ല മുസ്ലിം പവറോ വല്ല പവറുള്ള ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്ക്. എന്നിട്ട് വന്ന് പറഞ്ഞ പരിപാടി നോക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ ഉണ്ടാവും. അതല്ലാണ്ട് നമ്മൾ ചാനലിൽ കുത്തിരുന്ന് കുറേ വാർത്ത വായിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഈ ഹിന്ദുവിനെയും മുസ്ലിമും തമ്മിൽ അടുപ്പിക്കുന്ന കുറേ തീട്ട വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും മക്കളുണ്ടായിക്കൊള്ളുന്നില്ല. എന്തൊരു അവസ്ഥയാണ്.